വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ സന്ദേശങ്ങൾ അയക്കുന്ന കാര്യത്തിൽ ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റർമാർ ജാഗ്രത പാലിക്കണമെന്ന് ഒമാൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെയും റോയൽ ഒമാൻ പോലീസിന്റെയും അറിയിപ്പ്. നിയമവിരുദ്ധമായ സന്ദേശങ്ങളും ചിത്രങ്ങളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി കൈക്കൊള്ളുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ സൈബർ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നും നിയമവിരുദ്ധവും വിദ്വേഷ സ്വഭാവമുള്ളതുമായ സന്ദേശങ്ങൾ ഗ്രൂപ്പുകളിലൂടെ പരക്കാനിടവന്നാൽ കർശന നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി. കള്ളക്കഥകളും ഊഹാപോഹങ്ങളും പടച്ചുവിടുന്നതിൽ നിന്ന് വാട്സ്ആപ്പ് ഉപഭോക്താക്കൾ മാറി നിൽക്കണം. ഗ്രൂപ്പ് അഡ്മിൻമാർ ഇത്തരം സന്ദേശങ്ങളെക്കുറിച്ച് ജാഗരൂകരായിരിക്കണം. അനാവശ്യവും നിയമവിരുദ്ധവുമായ കാര്യങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഗ്രൂപ്പിലൂടെ പ്രചരിക്കുന്ന സന്ദേശങ്ങൾ നിയമാനുസൃതമാണെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ധാർമ്മിക ബാധ്യത അഡ്മിനിസ്ട്രേറ്റർമാർക്കുണ്ട്. സന്ദേശത്തിന്റെ ഉള്ളടക്കം, സ്ഥലം, പ്രേരണ, ലക്ഷ്യം എന്നിവ കണക്കിലെടുത്താണ് വാട്സ്ആപ്പ് സന്ദേശം ഹാനികരമോ ആക്ഷേപാർഹമോ ആണെന്ന് തീരുമാനിക്കപ്പെടുന്നത്. കുറ്റകരമായ ഗൂഢാലോചനയുടെ ഭാഗമായാണ് സന്ദേശം അയച്ചതെങ്കിൽ സന്ദേശം സ്വീകരിച്ചവരും പ്രതിപട്ടികയിൽ വരും. ഇത് ഗ്രൂപ്പ് വഴിക്കാണെങ്കിൽ അയച്ചയാൾക്കൊപ്പം ഗ്രൂപ്പിന്റെ അഡ്മിനും ആ സന്ദേശം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. പോലീസിന്റെ കർശന നിരീക്ഷണങ്ങളുടെ ഫലമായി സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം 30% കുറവുണ്ടായതായും അധികൃതർ അറിയിച്ചു. മീഡിയ 1 മസ്കത്ത്.